2:30 ആയപ്പോഴാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എൻ്റെ വീട്ടിൽ നിന്ന് അരമണിക്കൂറുള്ള കേട്ടോ. എറണാകുളത്ത് തന്നെ കളമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നമ്മുടെ ബ്രൈഡ് ഒരുങ്ങാൻ വേണ്ടി മാത്രമായിട്ട് ഒരു റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. നമുക്ക് ഇന്ന് ബ്രൈഡിൻ്റെയും ബ്രൈഡിൻ്റെ അമ്മയ്ക്കും ഒരു ഗസ്റ്റ് മേക്കപ്പാണ് പറഞ്ഞേക്കുന്നത്. ഒരു 2:50 ആയപ്പോൾ ഞങ്ങൾ ആ ലൊക്കേഷനിലെത്തി. നമ്മുടെ കളമശ്ശേരി തന്നെ കേട്ടോ. കളമശ്ശേരി കുസാറ്റിൻ്റെ അടുത്തായിട്ടായിരുന്നു നമുക്ക് വർക്ക്. അവിടെ ഒരു ഹോട്ടലിൽ അവർ ഓൾറെഡി റൂമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്ന് ബ്രൈഡിനെയൊക്കെ വെയിറ്റ് ചെയ്യുവാണ്. കുറച്ച് ലേറ്റായി ബ്രൈഡ് എത്തിയപ്പോൾ. അങ്ങനെ എനിക്ക് റോൾ ചെയ്ത് സാരി തന്നു ബ്രൈഡ്. നല്ല പെർഫെക്റ്റ്ലി റോൾ ചെയ്തിട്ടുണ്ടായിട്ടോ. നല്ല ഭംഗിയായിട്ട് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ബ്രൈഡ്, സുന്ദരി കുട്ടിയാണ്. ആളുടെ പേര് അപർണ എന്നാണ്. ആൾ എറണാകുളത്ത് തന്നെ റേഡിയോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുവാണ്. ആളുടെ ഗ്രൂം മലപ്പുറത്താണ്. ആളും സെയിം ഫീൽഡ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ആൾ ദുബായിലാണ്. അപ്പോൾ സെയിം ഫീൽഡ് തന്നെയാണ് അവർ രണ്ടുപേരും. ഹെയർ അയൺ ചെയ്ത് ക്രിമ്പൊക്കെ ചെയ്തതിന് ശേഷം ബ്ലൗസും സ്കേർട്ടും ഇട്ട് നമ്മൾ അതിൻ്റെ മുകളിലൊരു ഗൗണും ഇടാനായിട്ട് കൊടുക്കും. അങ്ങനെയാണ് മേക്കപ്പ് ചെയ്യാനായിട്ട് ഇരുത്തുന്നത്. അതല്ലാതെ നമ്മൾ ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സ് ഇട്ട് മേക്കപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഹെയറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഊരുമ്പോൾ നമ്മുടെ ഹെയറൊക്കെ ഡാമേജ് ആവില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്ലൗസും സ്കേർട്ടും ഇടിയിപ്പിച്ചിട്ട് ഒരു ഗൗൺ ഇടിയിപ്പിച്ചിട്ടാണ് മേക്കപ്പ് ചെയ്യാറ്. അങ്ങനെ ഞാൻ ആസ് യൂഷ്വൽ എപ്പോഴും ചെയ്യുന്ന പോലെ ഐ മേക്കപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിന് മുന്നേ ഞങ്ങൾ സാരിയൊക്കെ ഫ്ലീറ്റ്സ് എടുത്ത് തേച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അതിന് ശേഷമാണ് മേക്കപ്പിലേക്കും ഹെയർ സ്റ്റൈലിലേക്കും ഞങ്ങൾ കടക്കാറ്. നമ്മൾ കുറച്ച് ധൃതി പിടിച്ചിട്ടാട്ടോ ചെയ്യുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച അത്ര സമയം അങ്ങോട്ട് കിട്ടിയില്ല. കുറച്ച് നേരം ഡിലേ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 8 മണി തുടങ്ങി 10 മണി വരെ ആയിരുന്നു മുഹൂർത്തം. അപ്പോൾ 8 മണിയൊക്കെ ആകുമ്പോൾ തന്നെ എല്ലാവരും ബ്രൈഡിനെ അന്വേഷിച്ച് തുടങ്ങും. അതനുസരിച്ച് സ്പീഡിൽ ചെയ്യണമായിരുന്നു. ആളുടെ സാരിയിൽ നല്ല മെറൂൺ ഷെയ്ഡിലുള്ള ഒരു കളറായിരുന്നു. ആൾക്ക് കറക്റ്റ് സ്കിൻ ടോണിന് ചേരുന്ന രീതിയിലുള്ളൊരു സാരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ആയിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്ത്. ഐസും ലിപ്സും ഏകദേശം സാരിക്ക് മാച്ച് ചെയ്ത് കൊടുക്കാമെന്നായിരുന്നു പ്ലാൻ ചെയ്ത്. അങ്ങനെ പയ്യെ ഐ മേക്കപ്പിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാണ്. ഞാൻ ഐ മേക്കപ്പാണ് കുറച്ച് കൂടുതൽ സമയമെടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാറ്. ആൾക്ക് ഇന്ന് സെക്കൻഡ് സാരിയോ വേറെ ഒന്നുമില്ല. ഇന്നല്ല, നാളെയാണ് ആളുടെ റിസപ്ഷൻ വരുന്നത്. മലപ്പുറത്ത് വെച്ചിട്ടാണ് റിസപ്ഷൻ. നമ്മളല്ല കേട്ടോ മേക്കപ്പ് ചെയ്യുന്നത്. നമുക്ക് മലപ്പുറം സർവീസ് ഇല്ല. നമുക്ക് സർവീസ് ഉള്ളത് എറണാകുളം, തൃശ്ശൂർ, ആലപ്പുഴ, കോട്ടയം. അങ്ങനെ ഞങ്ങൾ എറണാകുളം ആയതുകൊണ്ട് എറണാകുളത്തിന് കുറച്ച് അടുത്തുള്ള ജില്ലകൾ മാത്രമേ ഉള്ളൂ. പോയി സ്റ്റേ ചെയ്തിട്ട് ചെയ്യുന്ന വർക്കുകൾ നമ്മളിപ്പോൾ ചെയ്യാറില്ല. നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ശേഷം പക്ഷേ ഒത്തിരി ട്രാവൽ വരുന്നത് കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റാറില്ല. യൂട്യൂബ് ഷോർട്സിൻ്റെ കടയിൽ ചെറിയ കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, എങ്ങനെയാണ് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇൻസ്റ്റഗ്രാമിൽ കൂടെയാണ് നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതും എൻക്വയറി എടുക്കുന്നതെല്ലാം. മേക്ക് ഓവർ ബൈ ഷെൽന എന്ന് തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ്. അങ്ങനെ നമ്മൾ ചുട്ടിയൊക്കെ വെച്ചു. അതിന് ശേഷം നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ വെച്ച് നോക്കിയിട്ട് ഏത് ഹെയർ സ്റ്റൈൽ വേണമെന്ന് തീരുമാനിച്ചു. എപ്പോഴും ഞങ്ങൾ മിററിൻ്റെ ഫ്രണ്ടിലിരുത്തി ആൾക്ക് അത്രയും കംഫർട്ടബിൾ ആവുന്ന ഹെയർ സ്റ്റൈൽ മാത്രമേ ഞങ്ങൾ പോകാറുള്ളൂ, ഫ്രണ്ടിലായാലും ബാക്കിലായാലും. അങ്ങനെ ആളുടെ കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ച് ആൾക്കൊരു അനിയനുണ്ട്. അനിയൻ ഇപ്പോൾ BBA പഠിക്കുവാണ്. BBA ഏവിയേഷൻ പഠിക്കുവാണ്, BBA. പിന്നെ ആൾക്ക് അമ്മയുണ്ട്. ആളുടെ വീട് എറണാകുളത്ത് തന്നെയാണ് വീട്. അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രൈഡിനോട് ഇങ്ങനെ വർക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ സംസാരിക്കാൻ നല്ല ഇഷ്ടമാണ്. അല്ലെങ്കിൽ ആളിങ്ങനെ ഉറങ്ങിപ്പോവും ബ്രൈഡ്സ്. ആ സമയത്തല്ലേ നമ്മൾ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ഫ്രണ്ട് ഹെയർ സ്റ്റൈൽ ചെയ്ത് നമ്മൾ കുറച്ച് ഹെയർ ടെക്സ്ചറിങ് ഒക്കെ കൊടുത്തിട്ട് ഫ്രണ്ടിൽ കുറച്ച് ഹെയറൊക്കെ വിട്ട് അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഞാൻ കണ്ണെഴുതി. എൻ്റെ അടുത്ത് ചെറിയ വിങ്സ് ഇട്ട് തരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും തോന്നി വിങ്സൊക്കെ ഇട്ട് എഴുതി കഴിഞ്ഞാൽ നല്ല ഭംഗിയാവുന്ന കണ്ണാണെന്ന്. അപ്പോൾ ചെറിയ വിങ്സൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കണ്ണ് ചെയ്തത്. ബാക്കിൽ നമ്മൾ ലോങ് എക്സ്റ്റൻഷൻ വെക്കാമെന്നാണ് പ്ലാൻ ചെയ്ത് വെച്ചത്. ഇപ്പോൾ വീണ്ടും ലോങ് എക്സ്റ്റൻഷൻ ട്രെൻഡായി വന്നേക്കുവാണ്. നേരത്തെ മെസ്സി ബ്രൈഡ് ആയിരുന്നു ഭയങ്കര ട്രെൻഡ്. ഇപ്പോൾ മെസ്സി ബ്രൈഡ് ട്രെൻഡുണ്ട്, പക്ഷേ എന്നാലും ലോങ് എക്സ്റ്റൻഷൻ വെച്ചിട്ടുള്ള ആ ഒരു പഴയ ഹെയർ സ്റ്റൈലിലേക്ക് പയ്യെ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ ഇങ്ങനെ നടുക്ക് സ്ലീക്കായിട്ടെടുത്ത് സൂര്യനും ചന്ദ്രനൊക്കെ വെക്കുന്നത് ഒരു ട്രെൻഡായിട്ട് വന്നേക്കുവാണ്. അങ്ങനെ ട്രെൻഡ് എപ്പോഴും ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെ വരും. അങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ്. ആദ്യം ചെറുതായിട്ട് എഴുതാം, അതിനുശേഷം നമുക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞ് കുറച്ചും കൂടെ വലുതാക്കണമെങ്കിൽ വിങ്സ് വലുതാക്കാം, അല്ലെങ്കിൽ കട്ടി കൂട്ടണമെങ്കിൽ കട്ടി കൂട്ടാം. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ്. അങ്ങനെ അതിന് ശേഷം ഞാൻ ഫേസ് സ്റ്റാർട്ട് ചെയ്തു. ആസ് യൂഷ്വൽ സ്കിന്ന് നോക്കിയിട്ട് ഡ്രൈ ആണെങ്കിൽ ഒരു പ്രെപ്പിങ്, ഓയിലി ആണെങ്കിൽ വേറൊരു ടൈപ്പ് പ്രെപ്പിങ്, അതാണ് ചെയ്യുന്നത്.
അങ്ങനെ പ്രെപ്പിംഗ് ഒക്കെ ചെയ്തു. ആളുടെ ഫേസ് കുറച്ച് ഡ്രൈ ആയിരുന്നു, അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. പിന്നെ അപ്പർ ലിപ്പിൻ്റെ അവിടെ ചെറുതായിട്ട് ഒരു ഡാർക്ക്നെസ് ഉണ്ട്, അപ്പോൾ അവിടെ മാത്രം നമുക്കൊരു കറക്ഷൻ്റെ ആവശ്യം വന്നുള്ളൂ. അവിടെ ഞാൻ ഓറഞ്ച് കൺസീലറൊക്കെ ഇട്ട് കറക്റ്റ് ചെയ്തു. അതിന് ശേഷം കൺസീലറൊക്കെ ഇട്ടു, ഫൗണ്ടേഷനൊക്കെ ഇട്ടു. അങ്ങനെ പടിയായിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്. ആ സമയത്ത് ആളുടെ ചേട്ടൻ ഞങ്ങൾക്ക് ഫ്ലവർ കൊണ്ടുവന്ന് തന്നു. അങ്ങനെ മുല്ലപ്പൂ മാത്രം കേട്ടോ നമ്മൾ പറഞ്ഞേച്ചേ. അപ്പോൾ നല്ല അത്യാവശ്യം നന്നായിട്ട് കെട്ടിയിട്ടുള്ള മുല്ലപ്പൂ നമുക്ക് കിട്ടിയത്. ചില മുല്ലപ്പൂ ഒട്ടും തിക്നെസ് ഇല്ലാതെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടി പോരുന്ന മുല്ലപ്പൂകളുണ്ടാവും. നിങ്ങൾ ബ്രൈഡ് ആകാൻ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബ്രൈഡിന് വേണ്ടിയിട്ടാണെന്ന് സ്പെഷ്യലായിട്ട് പറഞ്ഞ് തിക്കായിട്ട് മുല്ലപ്പൂ കെട്ടിക്കുക. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ മുടിയിൽ പൂവൊക്കെ വെച്ച് കഴിഞ്ഞു, എക്സ്റ്റൻഷനൊക്കെ വെച്ചു. ബാക്കി ഞാൻ ഫേസിലുള്ള പരിപാടികൾ, ലിപ്പ്, പിന്നെ കണ്ണിൻ്റെ താഴെ എഴുതുന്നത്, ഐബ്രോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവസാനം വരുമ്പോൾ ചെയ്യുന്നത്. അതെല്ലാം ചെയ്യുവാണ്. പിന്നെ ചിലപ്പോൾ ഇങ്ങനെ ചുണ്ടിൻ്റെ സൈഡിൽ കൺസീലിങ്ങും അങ്ങനെയൊക്കെ ഉണ്ടാവും, അതൊക്കെ ചെയ്യുവാണ്. അങ്ങനെ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞ് ഇനി സാരി ഉടുക്കാൻ പോകുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുവാണ്. ഇപ്പോൾ തന്നെ ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു, കണ്ണ് കാണാൻ കൊള്ളാം, എല്ലാം നല്ലതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ആൾ. അതിന് ശേഷം നമ്മൾ സാരി ഉടുപ്പിക്കാൻ പോവാണ്. അങ്ങനെ റെഡിയായി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ക്യാമറ ഫോട്ടോ ടീമൊക്കെ വന്നു. അവർ കുറച്ച് ഉള്ളിൽ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുവാണ്. ഇതിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡില്ലേ, നമ്മളെ ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കുന്നത്, കാഷ്വൽ ടോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യുവാണ്. അങ്ങനെ ബാക്കി ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ആൾ പോയി. ഇവിടെ നിന്ന് ആൾ നേരെ ഓഡിറ്റോറിയത്തിലേക്കാണ് പോകുന്നത്. ഓഡിറ്റോറിയത്തിൽ നിന്നാണ് ദക്ഷിണയൊക്കെ കൊടുക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ, ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് വെച്ചിട്ട് കേട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഒരു കുഞ്ഞു വർക്കിൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, എൻ്റെ കണ്ടൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടണം. ബെൽ ബട്ടൺ നിൽക്കണം കേട്ടോ. എൻ്റെ അടുത്ത് കുറേ പേര് ഞാൻ ഇടുന്ന ഒന്നും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബെൽ ബട്ടൺ നിങ്ങൾ ഉറപ്പായിട്ട് നിൽക്കണം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. ലോങ് വീഡിയോസ് ഞാൻ പയ്യെ ഇങ്ങനെ ഇട്ട് തുടങ്ങുന്നുള്ളൂ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ എനിക്ക് പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.